സൈനികനെ കണ്ടെത്തിയ സംഭവത്തിൽ ഏലത്തൂർ സ്റ്റേഷനിലെ SI സിയാദ് മാധ്യമങ്ങളോട് സംസാരിക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കാതെയാണ് പോയിരുന്നത്. അത് ഭാഗമായിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ നിരന്തരമായി അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസുകളൊക്കെ പരിശോധിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ ഇന്ത്യൻ മിലിറ്ററിക്ക് 31-ാം തീയതി സാലറി കയറും. ആ സമയത്താണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അല്ല, നമ്മൾ ആ സമയത്ത് തന്നെ നമ്മൾ കുറേ ആയി, ഇദ്ദേഹത്തിന് വേറെ ഒരു മാർഗവും ഇല്ല. നമ്മൾ CCTV ക്യാമറകളിലൂടെ മാത്രം സഞ്ചരിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഊഹിക്കാം, ബോംബെ പോലുള്ള ഛത്രപതി ശിവജി ടെർമിനലിലൊക്കെ ദിവസം ആയിരക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്നതാണ്, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ. അവിടെയാണ് നമ്മൾ 3 പേർ ദിവസവും രാത്രി പകലെന്ന് വ്യത്യാസമില്ലാതെ പരിശോധിച്ച് ഇദ്ദേഹത്തെ ഒരാളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഉദ്യാൻ ട്രെയിനിൽ ഇദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയത്. മെസ്സേജ് അദ്ദേഹത്തിന് വന്നിട്ടില്ല. നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നിരന്തരമായി പരിശോധിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു എമൗണ്ട് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് ആ മെസ്സേജുകൾ വരണമെങ്കിൽ ആ മെസ്സേജ് ഫോൺ ഓണല്ലല്ലോ. അതെ, അത് ട്രാൻസ്ഫർ അദ്ദേഹം അവിടുന്ന് ഒരു ATM വെയിറ്റർ വെച്ചു. ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള. അദ്ദേഹം നിലവിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകൾ കാരണമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇല്ല, ആരോടും അറിയിച്ചിട്ടില്ല. അത് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മുന്നിൽ കണ്ട പ്രശ്നങ്ങളും. അദ്ദേഹത്തെ നമുക്ക് ട്രേസ് ചെയ്യാൻ ഇത്രയും താമസിച്ചത് അതുകൊണ്ടാണ്. നമ്മൾ എല്ലാ ആംഗിളിലും പരിശോധിച്ചിരുന്നു. പക്ഷേ നിലവിൽ നമ്മൾ മനസ്സിലാക്കിയതും സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അന്വേഷിച്ചു പോയ അന്വേഷണ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടല്ലാതെ അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. ഞങ്ങൾ പൂനെ ക്യാമ്പിൽ 23 എത്തിയപ്പോൾ അദ്ദേഹത്തെ പറ്റി വളരെ നല്ല അഭിപ്രായമാണ് അവിടെ പറയുന്നത്. അദ്ദേഹത്തിനെ പോലെ സൗമ്യ സ്വഭാവനും നല്ല ഹാർഡ് വർക്കുമായിട്ടുള്ള, ഇന്ത്യക്ക് വേണ്ടി മെഡലടിക്കാൻ സാധ്യതയുള്ള അത്രയും കഴിവുള്ള ഒരാളാണ്. സൗമ്യ സ്വഭാവനാണ് അദ്ദേഹം. പെട്ടെന്ന് ഇങ്ങനെ പോകുന്ന ആരും വിചാരിച്ചിരുന്നില്ല. അങ്ങനെ അവരുടെ ഒരു അപ്സെറ്റാണ് അവിടെ എല്ലാവരും. അദ്ദേഹത്തിനെ പറ്റി ഒരു മോശപ്പെട്ട അഭിപ്രായമില്ല. അദ്ദേഹത്തിനെ കണ്ടെത്തിയതിന് ശേഷമാണ് നമ്മൾ അദ്ദേഹത്തിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്. നേരത്തെ ഒരു 10-15 ലക്ഷം രൂപ ലോൺ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ അതിൽ നിന്ന് കുറച്ച് ശമ്പളത്തിൽ നിന്ന് അത് പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത് വരുന്നപ്പോൾ തന്നെ വേറെ വീട്ടിൽ കുറച്ച് പണി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ അത്യാവശ്യമാണ്. അപ്പോൾ അത് നിലവിലില്ലാതെ ഇങ്ങനെ വീട്ടിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ട് അദ്ദേഹത്തിനെ കുറച്ച് ദിവസത്തേക്ക് മാറ്റിയെടുത്താൻ വേണ്ടി, ഒരു മൈൻഡ് ക്ലിയർ ആവാൻ വേണ്ടി മാറ്റിയെടുത്താൻ വേണ്ടി ആണ് എനിക്ക് തോന്നിയത്. അദ്ദേഹം പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. എനിക്ക് അന്വേഷണത്തിലും അങ്ങനെയാണ് തോന്നിയത്. വേറെ യാതൊരു വിധ ബുദ്ധിമുട്ടും കണ്ടിട്ടില്ല. ലീവിലാണ്. 5-ാം തീയതി ലീവ് തീരും. ഞങ്ങൾ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ടു. ഞങ്ങളതിനെ നേരിട്ട് ചോദിച്ചു. 5-ാം തീയതി അദ്ദേഹം പോയില്ലെങ്കിൽ പോലും അവിടെ നിന്ന് അവർ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കുന്നുണ്ട്. കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. ലീവ് സാങ്ഷൻ ആക്കാൻ ഇനി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ വിളിച്ചറിയിച്ചാലും മതി. അവർ ലിബറലാണ്, വേറെ പ്രശ്നമില്ല. നമ്മൾ സംസാരിച്ച് ക്ലിയർ ആക്കി. സാർ നല്ല രീതിയിൽ സഹകരിച്ചു. അവർ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ചെയ്തു. നമ്മൾ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നതിന് അവർ വ്യക്തമായിട്ട് നമ്മൾ നല്ല സ്വീകരണമായിരുന്നു. നമ്മൾ 3 തവണ അവിടെ പോയി. മിക്കവാറുള്ള ഇയാളുടെ കോച്ച്, അതുപോലെ സഹപ്രവർത്തകർ, മെയിൻ ഓഫീസേഴ്സിന് എല്ലാവരെയും നമ്മൾ ചോദ്യം ചെയ്തു. നല്ല രീതിയിൽ അവർ നമ്മളോട് സഹകരിച്ചു. പാലക്കാട് ഒരു സൈനികം ഉണ്ടായിരുന്നു, പേരെന്താണ്, ശ്യാം 2012 കോമൺവെൽത്തിന് വെയിറ്റ് ലിഫ്റ്റിങ്ങിന് ഗോൾഡ് മെഡലിസ്റ്റാണ് പാലക്കാടുകാരൻ. പുള്ളിക്കാരനായിട്ട് നമ്മളോട് നല്ല സഹകരണമായിരുന്നു. നല്ല രീതിയിൽ നമ്മളോട് എല്ലാ കാര്യത്തിനും സഹകരിച്ചു. ആ കാര്യം പുള്ളിക്കാരൻ പറഞ്ഞിട്ടില്ല. പുള്ളിക്കാരൻ ഈ ബോംബെയിൽ 4 ദിവസം നിൽക്കാൻ പറ്റില്ല. അവിടെ കൂടുതൽ പൈസ ചിലവാകുന്നുള്ള ഇതിലായിരിക്കാം. അതിനുശേഷമാണ് അവിടെ നിന്ന് ഉദ്യാൻ എക്സ്പ്രസ്സിൽ നേരെ ബാംഗ്ലൂരിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് മനസ്സിലാക്കി. അത് നമ്മൾ CSTയിൽ ഏകദേശം സാറ് പറഞ്ഞ പോലെ അവിടെ തന്നെ CSTക്ക് പുറത്ത് തന്നെ ഒരു 10-450 ക്യാമറ നോക്കി. CSTക്ക് അകത്ത് തന്നെ, റെയിൽവേക്ക് അകത്ത് ഒരു 368 ക്യാമറയുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട 150 ക്യാമറകൾ നോക്കേണ്ടി വന്നു. പിന്നെ നമുക്ക് വേറെ സാറ് പറഞ്ഞ പോലെ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഇല്ലാത്തതുകൊണ്ടും സൈബർ സെല്ല് ഇവിടെ 2 ടീമുകൾ ഉണ്ടായിരുന്നു. അവരെ കോൺടാക്ട് ചെയ്ത് നമ്മൾ CDR നിരന്തരം ഒരു 50ഓളം CDR നമ്മൾ പരിശോധിച്ചിരുന്നു രാത്രി മൊത്തം. കാര്യങ്ങൾ പറയുകയായിരുന്നു SIയും അന്വേഷണ ഉദ്യോഗസ്ഥർ.